ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. നിസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് വരെ പറഞ്ഞില്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. പക്ഷേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞില്ല. ശാഫി ഇമാം പറഞ്ഞു ഇസ്ലാമിന്റെ കോടതിയുള്ള നാടാണെങ്കിൽ, ഇസ്ലാമിന്റെ ഭരണാധികാരിയുള്ള രാജ്യമാണെങ്കിൽ ഇസ്ലാമിന്റെ കോടതി വിധിക്കേണ്ടതുണ്ട്, ഇസ്ലാമിന്റെ ജഡ്ജി വിധിക്കേണ്ടതുണ്ട്, നിസ്കരിക്കാത്തവന്റെ തലവെട്ടിക്കളയാൻ വിധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ ആ മുസ്ലിമിന് അധികാരമില്ല. അമുസ്ലിമായ ജനങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും അവർക്ക് ഈ രാഷ്ട്രത്തിന് ജീവിക്കാൻ, മുസ്ലിം രാഷ്ട്രത്തിന് ജീവിക്കാൻ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന രാഷ്ട്രം ഭരിക്കുമ്പോൾ ജൂതന്മാരവിടെ ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്. അവരാരെയും തലവെട്ടാറില്ല, അവര് നിസ്കരിച്ചില്ലെങ്കിലും തലവെട്ടൂല. പക്ഷേ മുസ്ലിമായ മനുഷ്യൻ അതാ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന്റെ തലവെട്ടണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഫതുഹുൽ മുഈൻ അടക്കം സർവ്വകിതാബിലുമുള്ള നിയമമാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു നിസ്കരിക്കാത്തവന്റെ തലവെട്ടിക്കളയണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, തെരുവുനായ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടിയാണ് നായക്ക്. അതുകൊണ്ട് തെരുവുനായയെ വെട്ടാൻ പാടില്ല, അതിലെറിയാൻ പാടില്ല ഇന്നലെ ഞാൻ പറഞ്ഞു. പക്ഷേ നായയെയാണ് വെട്ടരുതെന്ന് പറഞ്ഞത്. അതേ സമയത്ത് ഇസ്ലാമിന്റെ കോടതിയിലെ ജഡ്ജി വിധിക്കണം നിസ്കരിക്കാത്തവന്റെ തലവെട്ടിക്കളയണം. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ പാടില്ല, ഭീകരവാദിയാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്താരും കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് തലവെട്ടാൻ പോണ്ട, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലാൻ പോണ്ട, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കൽത്തവന്റെ കൈമുറിക്കാൻ പോണ്ട, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആരും സക്കാത്ത് പിരിക്കാനും പോണ്ട. അതൊക്കെ ഭരണാധികാരികൾക്കുള്ള നിയമങ്ങളാണ്, അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർക്കാർ അല്ലാത്തവർക്ക് നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാമിൽ അനുമതിയില്ല. ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്കറിയാമല്ലോ. സ്വന്തം ബാപ്പയെ കൊല്ലുന്നത് മക്കള് കണ്ടാൽ പോലും, സ്വന്തം ബാപ്പയെ കൊല്ലുന്നത് മക്കൾ കണ്ടാൽ പോലും ആ മക്കൾക്ക് കൊന്നു കഴിഞ്ഞാൽ പിന്നെ കൊന്നവനെ പകരം കൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? ആ കൊന്നവനെ പകരം കൊല്ലണമെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കണം, എന്നിട്ട് കോടതിയിലെ ജഡ്ജി വിധിക്കണം. എന്നാലേ കൊല്ലാൻ പറ്റൂ, സ്വന്തത്തിൽ നിയമം നടപ്പാക്കാൻ പറ്റൂല. ഞങ്ങളെ ബാപ്പാനെ കൊല്ലുന്നത് ഞങ്ങൾ കണ്ടതല്ലേ, അതേ ശരി, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്, വർഗീയതക്കെതിരാണ്. ഇസ്ലാം ചിട്ടയുള്ള നിയമങ്ങളാണ്. ഞാനീ പറഞ്ഞ മസ്അല ഫതുഹുൽ മുഈനിലുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം കൈയൊഴിക്കുന്നവനെ ഇസ്ലാമിന്റെ കോടതി അവന്റെ തലവെട്ടിക്കളയണോ എന്ന് പറഞ്ഞിട്ടും ശാഫി ഇമാം നിർത്തുന്നില്ല. അവനെ തലവെട്ടിയിട്ട് എന്ത് വേണം? അവൻ മുസ്ലിം തന്നെയാണ്, അവൻ കാഫറായിട്ടില്ല. ശാഫി ഇമാം പറയുന്നു അതുകൊണ്ട് അവനെ മുസ്ലിമീങ്ങളെ മൈതാനിയിൽ തന്നെ മറവ് ചെയ്യണം, അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. എന്നിട്ട് മുസ്ലിമീങ്ങളെ മൈതാനിയിൽ തന്നെ അവനെ മറവ് ചെയ്യണം. പക്ഷേ അവന്റെ ഖബറിനൊരു അടയാളം വെക്കണം. അതെന്തിനാണ്? പിന്നെ വരുന്ന ജനങ്ങൾ, പിൻതലമുറ ഇങ്ങനെ പറയണം, നിസ്കരിക്കാതിട്ട് കൊല്ലപ്പെട്ടവന്റെ ഖബറാണത്, നിസ്കരിക്കാതിട്ട് കൊല്ലപ്പെട്ടവന്റെ ഖബറാണത്. അന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് അവന്റെ ഖബറ് കണ്ട് പാഠം പഠിക്കാൻ സാധിക്കണം. അതുകൊണ്ട് അവന്റെ ഖബറിന്റെ അടയാളം വേണം, അല്പം പൊക്കി വെക്കണം എന്ന് വരെ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടോ മുസ്ലിം ചെറുപ്പക്കാരാ, ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കോടീശ്വരനായ ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ധരിക്കും. കോടീശ്വരനാണ്, പക്ഷെ അയാൾക്ക് ഒരൊറ്റ പെൺകുട്ടി മാത്രമേ ജനിച്ചിട്ടുള്ളൂ, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ വിവാഹമെടുത്താൽ ആ വിവാഹത്തിന് അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു എന്ന് പറയാനുള്ള അധികാരം നിസ്കരിക്കാത്ത മനുഷ്യനില്ലേ? ഇല്ല. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. ഇസ്ലാമിന്റെ കോടതിയും ജഡ്ജിയും ഭരണവുമുള്ള രാജ്യത്താണെങ്കിൽ അത് കോടതി കൈകാര്യം ചെയ്യേണ്ടതാണ്, ഖാദി കൈകാര്യം ചെയ്യേണ്ടതാണ്. നിസ്കരിക്കാത്തവന് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമില്ല. ഇനിയും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതാ നിങ്ങൾ നോക്കൂ, ഒരു പന്നിയെ നമ്മൾ കണ്ടു. പന്നി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്ലീനിങ് നടത്തുന്ന ഒരു ജീവിയാണ്. എത്രയെത്ര അവശിഷ്ടങ്ങളാണ് കുറ്റ്യാടി ടൗണിൽ നിന്ന് പന്നിക്ക് കൊടുക്കാൻ വേണ്ടി പലരും എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എത്ര മാലിന്യമാണ് നമുക്ക് ഒഴിവായി കിട്ടുന്നത്. അപ്പൊ ക്ലീനിങ്ങിന് വേണ്ടി അള്ളാഹ് പഠിച്ചൊരു ജീവിയാണത്. എല്ലാ ജീവിയും നമുക്ക് സാപ്പാടാനല്ല. ചിലർക്ക് അങ്ങനെ ഉദാഹരണം, എല്ലാം തിന്നണം. പന്നി നമുക്ക് തിന്നാനുള്ളതല്ല, നായ നമുക്ക് തിന്നാനുള്ളതല്ല. അത് അല്ലാഹു തആല നമുക്ക് പഠിച്ചത് ക്ലീനിങ്ങിന് വേണ്ടിയാണ്. ഓരോന്നിനും ഓരോ ഡ്യൂട്ടിയാണ്.
അതേ സമയത്ത് മനുഷ്യന്റെ ഡ്യൂട്ടി എന്താണ്? മനുഷ്യന്റെ ഡ്യൂട്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാനാണ് മനുഷ്യനെ പഠിച്ചത്. ഇവിടെ നിസ്കരിക്കാത്ത മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടതില്ല. വെറുതല്ല ശാഫി ഇമാം പറഞ്ഞത്. മനുഷ്യർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് 5 നേരത്തെ നിസ്കാരമാണ്. അത് നിസ്കരിക്കാത്തവൻ ഇവിടെ ജീവിക്കണ്ട. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തീരുമാനം പറയാണ്, തീരുമാനം പറയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു നായന്റെ വില പോലും ഒരു പന്നിന്റെ വില പോലും ഇസ്ലാം നിസ്കരിക്കാത്തവന് കൊടുക്കുന്നില്ല. നിസ്കരിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ചുകൂടാ. ഒന്നുകൂടി പറയട്ടെ, നിസ്കരിക്കാത്തവന്റെ സലാം മറക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവൻ വന്ന് സലാം പറഞ്ഞാൽ സലാം മറക്കേണ്ടതില്ല. അവനോട് സലാം പറയേണ്ടതില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ ഇസ്ലാമിൽ ഒരു വിലയുമില്ല. അവന്റെ സലാം മടക്കേണ്ടതില്ല, സലാം പറയേണ്ടതില്ല. ഞാനിത് തോന്നിവാസം പറയുകയല്ല, ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത്. എത്രയോ നൂറുകണക്കിന് എന്നെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാർ ഈ സ്റ്റേജിലുണ്ട്. നിങ്ങൾ മുത്തലിബ് ഉസ്താദിനോട് ചോദിച്ചോളൂ, വേറെ അലിമികളോട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ. ഫത്ഹുൽ മുഈനടക്കമുള്ള കിതാബ് പഠിക്കുന്ന നിയമമല്ലേ? നിസ്കരിക്കാത്തവൻ ഫാസിഖല്ലേ? അവനുണ്ടോ സലാം പറയൽ സുന്നത്തില്ല? അവൻ പറഞ്ഞാൽ മടക്കേണ്ടതുണ്ടോ? മടക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവന്റെ സ്ഥിതി നിങ്ങൾ അറിയോ? പോരാ. നിസ്കരിക്കാത്തവൻ പന്നിയേക്കാൾ അത് പതിച്ചവനായി പോയി, നായേക്കാൾ അത് പതിച്ചവനായി പോയി. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളൊന്ന് നോക്കൂ. നായനെ കാണുമ്പോ ശുക്റിന്റെ സുജൂദ് സുന്നത്തില്ല, പന്നിയെ കാണുമ്പോ ശുക്റിന്റെ സുജൂദ് സുന്നത്തില്ല. എന്റെ ഈ ശുക്റിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നന്ദിക്ക് വേണ്ടിയൊരു സുജൂദ്. ഒതുവാണ്, ഖിബിലക്ക് തിരിയണം. അത് എപ്പോഴാ സുന്നത്ത്? അത് സുന്നത്തുള്ള ചില രംഗങ്ങളുണ്ട്. അതെപ്പോഴാ? ഒന്ന് വെള്ളപ്പാണ്ട്, കുഷ്ഠം, അല്ലെങ്കിൽ എയ്ഡ്സ് തുടങ്ങിയ വലിയ രോഗം പിടിച്ചിട്ട് ആളുകളുടെ ഇടയിൽ വിഷമമാകുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ മനുഷ്യനെ കാണുമ്പോ ആ രോഗി കാണാതെ, കുഷ്ഠരോഗം പിടിച്ചവൻ കാണാതെ, വിഷമം പിടിച്ച രോഗമുള്ളവൻ കാണാതെ അല്ലാഹുവിന് ഒരു സുജൂദ്. പടച്ചവൻ റബ്ബേ, ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുള്ള രോഗം നീ എനിക്ക് തന്നിട്ടില്ലല്ലോ അല്ലാഹ് എന്ന നിലക്ക് പടച്ചവന് ശുക്റിന് വേണ്ടി ഒരു സുജൂദ്. അങ്ങനത്തെ രോഗിയെ കാണുമ്പോ സുന്നത്തുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ, അയാൾ കാണാൻ സുജൂദ് ചെയ്ത് അയാൾക്ക് മനസ്സിന് ടെൻഷനാകും. അയാളെ നമ്മൾ സമാധാനിപ്പിക്കണം. അയാളെ നമ്മൾ ഒരിക്കലും തന്നെ ഇൻസൾട്ട് ആക്കരുത്, പരിഹസിക്കരുത്. അത് കിബിറാണ്, ഒരിക്കലും അതുണ്ടാകരുത്. അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ. അതേസമയത്ത് അയാൾ കാണാതെ സുജൂദ് ചെയ്യണം. എന്നാ കണ്ടും കൊണ്ട് സുജൂദ് ചെയ്യേണ്ട ചില ശുക്റിന്റെ സുജൂദുണ്ട്. അതാരെ കാണുമ്പോഴാ? സുബ്ഹാനല്ലാഹ്, പരസ്യമായി കള്ളും കുടിച്ച് നടക്കുന്ന ഫാസിഖ്, പരസ്യമായി വ്യഭിചാരത്തിന് പോകുന്ന ഫാസിഖ്, പരസ്യമായി നിസ്കാരമൊഴിക്കുന്ന ഫാസിഖ്, പരസ്യമായി ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഫാസിഖ്, ഔലിയാക്കളെ ചീത്ത പറയുന്ന ഫാസിഖ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്ന ഫാസിഖ്, അതുപോലെ തന്നെ അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്നവൻ, അങ്ങനെ തുടങ്ങിയിട്ട് കടുത്ത പലിശവാകുന്നവൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരെ കാണുമ്പോ, നിസ്കരിക്കാത്തവരെ കാണുമ്പോ, പടച്ച റബ്ബേ, ഇവരെ പോലൊരു നിസ്കരിക്കാത്ത മനുഷ്യനായി എന്നെ നീ ആക്കിയിട്ടില്ലല്ലോ എന്നതിന് അള്ളാഹ്ക്ക് നിസ്കരിക്കാത്തവനെ കാണുമ്പോ ശുക്റിന്റെ സുജൂദ് നമ്മക്ക് സുന്നത്തുണ്ട്. അത്രയും മില്യനാണ്. പന്നിയെ കാണുമ്പോ സുന്നത്തില്ല, നായിനെ കാണുമ്പോ സുന്നത്തില്ല. നിസ്കാരം ചെറിയ സംഗതിയാണോ ചെറുപ്പക്കാരെ? അല്ലാ, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ ഭൂമിയിൽ താമസിക്കുമ്പോ ആ രാജാവ് അടിമയോട് പറയുകയാണ്, 5 നേരം നീ എന്റെ മുമ്പിൽ വന്ന് എന്നോടൊന്ന് സംഭാഷണം നടത്തണേ. അല്ലാഹു അക്ബർ, ഞാൻ വലിയവനാണെന്ന് നീ ഒന്ന് പ്രഖ്യാപിക്കണേ. എനിക്ക് വേണ്ടി നീ ഒന്ന് നിന്റെ ഊര കുലിച്ച് കുനിയണേ. എനിക്ക് വേണ്ടി നിന്റെ നെറ്റിത്തടം വെച്ചൊന്ന് സുജൂദ് ചെയ്യണേ. എനിക്ക് വേണ്ടി നീ ഇങ്ങ് നിസ്കരിക്കണേ. അതിന്റെ പുറമെ ഞാൻ ഏറ്റവും പ്രിയം വെച്ചൊരു നേതാവുണ്ട്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ പേരിൽ നീ നിസ്കാരത്തിന് സ്വലാത്ത് ചൊല്ലണേ. ആ നബിയെ നീ മറന്നുകൂടാ. മദീനത്ത് കിടക്കുന്ന നിന്റെ നേതാവാണത്. ആ നേതാവ് നിരന്തരം അനുയായികളുമായി ബന്ധപ്പെടുന്ന നേതാവാണ്.